morning devotion. I'm forever yours. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യേശയ്യാവിന്റെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ഈശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും. അവിടെ രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഈശായുടെ കുറ്റി, അതായത് വെട്ടപ്പെട്ടു, പ്രതീക്ഷ ഒന്നുമില്ല, ഇനി സാഹചര്യം ഒന്നുമില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ നിന്ന് ഒരു പുതിയ പ്രത്യാശയുടെ അവസ്ഥ, ഇരുട്ട് നിറഞ്ഞ അവസ്ഥയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് സാഹചര്യം മാറും. തകർന്നടത്തുന്ന അവിടെ വീണ്ടും ഒരു പണി നടക്കും. എല്ലാം തീർന്നുപോയി, കഴിഞ്ഞു, നോ മോർ ഹോപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പുതിയ പ്രത്യാശയുടെ ആരംഭത്തെ കർത്താവ് തരും. മാത്രമല്ല, വേരിൽ നിന്ന്, അതായത് ദാവീദിൽ നിന്ന് പുറപ്പെടുന്ന ഒരുവന് വേണ്ടി അവർ കാത്തിരിക്കുമ്പോൾ അവിടെ പറയുകയാണ്, ദാവീദിൽ നിന്ന് ജനിക്കുന്ന ഒരുവനിൽ നിന്നല്ല നിങ്ങളുടെ വിടുതൽ വരാൻ പോകുന്നത്, ദാവീദിനെ രാജാവാക്കിയവനിൽ നിന്ന്, വേരുകളിൽ നിന്ന് വിടുതൽ വരാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യം എന്തുമാകട്ടെ, നിങ്ങളിൽ അത്ഭുതം ചെയ്തത്, നിങ്ങളിൽ ദൈവപ്രവൃത്തി നടന്നത്, നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു വ്യക്തി കാരണമല്ല, ആ വ്യക്തിയാക്കിയവൻ നിമിത്തമാണ്. ഏലിയാവ് ഏലീശയും ഒരുമിച്ച് അങ്ങോട്ട് പോയപ്പോ യോർദാൻ ഏലിയാവ് വിഭാഗിച്ച് അക്കരെ കടന്നു. തിരിച്ചു വന്നപ്പോ ഏലീശ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അങ്ങോട്ട് പോയപ്പോ ഈ യോർദാൻ വിഭാഗിക്കപ്പെട്ടത് ഏലിയാവിന്റെ കഴിവ് കൊണ്ടല്ല, ഏലിയാവിന്റെ ഉള്ളിൽ വസിച്ച അഭിഷേകം, ഏലിയാവിൽ വസിച്ച പരിശുദ്ധാത്മാവ്, ദൈവം. അങ്ങനെയാണെങ്കിൽ ആ ദൈവം എന്റെ കൂടെ ഉണ്ടാവും. ആ ഉറപ്പോടെ പ്രിയപ്പെട്ടവർ, അവൻ പറഞ്ഞൊരു കാര്യമാണ്, ആ ദൈവം എവിടെ? ഒറ്റ ചോദ്യം അടിച്ചു. ആ യോർദാൻ രണ്ടായി വിഭാഗിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ദാവീദിൽ നിന്നല്ല, ദാവീദ് രാജാവിൽ നിന്നല്ല വിടുതൽ വരുന്നത്, ദാവീദിന്റെ രാജാവാക്കിയവളിൽ നിന്ന് നിങ്ങളുടെ വിടുതൽ വരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏലിയാവല്ല യോർദാനെ വിഭാഗിച്ചത്, ഏലിയാവിൽ വസിച്ച ദൈവമാണ്. നിങ്ങളുടെ വിടുതൽ, ഹല്ലേലൂയ, നിങ്ങളിൽ തന്നെ ഉണ്ട്. ഇന്നലെ അത്ഭുതങ്ങൾ പ്രാപിച്ചവരില്ലേ, ഇന്നലെ ജീവിതത്തിൽ ചരിത്രം സൃഷ്ടിച്ച അഭിഷിക്തന്മാരില്ലേ, അവരിൽ വസിച്ച, ഇന്നലകളിൽ അത്ഭുതം ചെയ്ത വിശുദ്ധന്മാരില്ലേ, അവരിൽ വസിച്ച അതേ ദൈവാത്മാവ് നിങ്ങളിലുണ്ട്. അത്ഭുതങ്ങൾ നിശ്ചയമാണ്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിന്റെ സകല മേഖലകളിലും നിങ്ങളാക്കി നിർത്തിയിരിക്കുന്ന അഭിഷേകത്തിലേക്ക്, നിങ്ങളുടെ വിളിയിലേക്ക് ഫോക്കസ് ചെയ്യുക, ജയമായി ജീവിക്കുക. ഗാഡ് ബ്ലസ് യു. ആമേൻ.